വടകര വിലങ്ങാട് വനത്തിൽ യുവാക്കൾ കുടുങ്ങിയതായി സംശയം. പോലീസും വനംവകുപ്പും ഫയർഫോഴ്സും തിരച്ചിൽ തുടരുന്നു. റോഡരികിൽ യുവാക്കൾ എത്തിയെന്ന് കരുതുന്ന ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ട്. എത്ര പേർ വനത്തിനകത്ത് കുടുങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടില്ല. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി അരുൺ PJ കൂടി ചേരുന്നു. അരുൺ, എപ്പോഴാണ് യുവാക്കൾ അങ്ങോട്ട് കടന്നത് എന്നതിനെക്കുറിച്ച് വല്ല വിവരങ്ങളും ലഭ്യമാകുന്നുണ്ടോ? പോലീസിന്റെ പ്രാഥമിക നിഗമനം അടക്കം എങ്ങനെയാണ്? ഉമാമഹേശ്വരി, ഇന്ന് വിലങ്ങാട് വൈകിട്ട് അവിടെയായിരുന്നു ഈ സംഭവം. അടുത്ത വനമേഖലയിലാണ് യുവാക്കൾ കുടുങ്ങിക്കിടക്കിയതായി നാട്ടുകാർക്ക് സംശയമുണ്ടായത്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന വാളൂക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. മരിയഗിരി പള്ളിയുടെ മുകൾ ഭാഗത്ത് കുന്നിൻ പ്രദേശത്ത് ഈ കൊടും വനത്തിൽ നിന്നും വെളിച്ചവും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വനം വകുപ്പിനെയും കുറ്റ്യാടി പോലീസിനെയും നാട്ടുകാർ വിവരമറിയിക്കുകയായിരുന്നു. ഇവർ വന്നതെന്ന് കരുതുന്ന ഒരു ബുള്ളറ്റും സ്പ്ലെൻഡർ ബൈക്കും ഈ ഒരു പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. യുവാക്കളാണ് എത്തിയതെന്നും അതല്ല കുട്ടികളടങ്ങുന്ന 2 ഗ്രൂപ്പുകളായാണ് എത്തിയതെന്നും വിവരങ്ങൾ വരുന്നുണ്ട്. അത് പക്ഷേ അതൊരു പ്രാഥമികമായ നിഗമനം മാത്രമാണ്. എത്ര പേർ ഈ വനത്തിനകത്ത് കുടുങ്ങിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാകുന്നില്ല. വൈകിട്ട് 6 മണിയോടെയാണ് ഇങ്ങനെ ഒരു ബൈക്കുകൾ ഇവിടെ ഇരിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഇവർ വനപ്രദേശത്തിനുള്ളിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വരാൻ കഴിയാതെ വനത്തിൽ കുടുങ്ങിയതായാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും പ്രദേശത്ത് കുറ്റ്യാടി പോലീസും ഫയർഫോഴ്സും അതിനോടൊപ്പം വനം വകുപ്പും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ വനപ്രദേശത്തെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ്. സ്വാഭാവികമായും നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഈ പ്രാഥമികമായ വിവരം അനുസരിച്ച് യുവാക്കളടങ്ങുന്ന സംഘമാണെന്നും പറയുന്നുണ്ട്. നാദാപുരത്തു നിന്നുള്ള ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ വിലങ്ങാട് ഇപ്പോൾ ഇതിന്റെ ഈ വനംവകുപ്പിന്റെ സഹായത്തോടും പോലീസിന്റെ സഹായത്തോടും അതോടെ നാട്ടുകാരുടെ കൂടി ആഭിമുഖ്യത്തിൽ ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഈ നമുക്ക് പറയാൻ പറ്റുന്ന അറിയിക്കാൻ പറ്റുന്ന വിവരമെന്ന് പറഞ്ഞാൽ വനപ്രദേശത്ത് എത്ര പെട്ടെന്ന് തന്നെ ഇരുട്ടാവുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു മേഖല. ഈ വന്യമൃഗങ്ങളുടെ ഒരു സാന്നിധ്യവുമുണ്ട്. മലബാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമായി ചേർന്ന് നിൽക്കുന്ന ഭാഗം കൂടിയാണ്. കൊടും വനപ്രദേശമാണ്. കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തുക, രാത്രിയും കൂടിയായി ഇരുട്ട് വീണ് കഴിഞ്ഞാൽ തിരിച്ചെത്തുക പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും ഇവർ വഴിയറിയാതെ കാട്ടിനകത്ത് അകപ്പെട്ടതായി നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഉടനെ തന്നെ ഇവരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് തെരച്ചിൽ നടത്തുന്നവർ. ഉമ.